പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. മുത്താറി കൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത്. ഇതൊരു ഗ്ലാസ് കുടിച്ചാൽ മതി കേട്ടോ, നമ്മുടെ വയറും മനസ്സൊക്കെ നിറയാൻ. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പായസത്തിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടു നോക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1/2 കപ്പ് മുത്താറി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് വെള്ളമൊഴിച്ച് നല്ലപോലെ കഴുകിയതിന് ശേഷം ഒരു 3 മണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. മുത്താറി കുതിർന്ന് വന്നതിന് ശേഷം നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല പോലെ തന്നെ ഒന്ന് അരച്ചെടുത്ത് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് വൃത്തിയുള്ളൊരു കോട്ടൺ തുണി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അരച്ചെടുത്ത മുത്താറി ഒഴിച്ചു കൊടുക്കുക. ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറേശ്ശെ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. നിങ്ങൾക്കിപ്പോൾ മുത്താറിക്ക് പകരം മുത്താറിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇതുപോലെ മുത്താറി കുതിർത്തതിന് ശേഷം അരിച്ചെടുത്ത് ആ പാൽ ഉപയോഗിച്ച് ചെയ്തെടുക്കുമ്പോഴാണ് കേട്ടോ ഒന്നുകൂടി ടേസ്റ്റ്. ഇനിയിപ്പോൾ മുത്താറിപ്പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് തന്നെ ആയിരിക്കും. അങ്ങനെ ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാനിതാ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അരിച്ചെടുത്ത മുത്താരിയുടെ പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ചൂടായി വരുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് അടിക്ക് പിടിക്കും. നല്ലപോലെ ഒന്ന് തിള വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മുത്താറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 3 അച്ച് ശർക്കര ഉരുക്കി അരിച്ചതിന് ശേഷമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കല്ലും പൊടിയൊന്നും ഇല്ലാത്ത ശർക്കരയാണെങ്കിൽ ഇതിലേക്ക് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഇതുപോലൊരു തിള വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 കപ്പ് കടലപ്പരിപ്പ് വേവിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുക്കറിലിട്ട് ഒരു 2 വിസിൽ വേവിച്ചെടുത്ത കടലപ്പരിപ്പാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു വലിയ നേന്ത്രപ്പഴമാണ്. ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ ചേർത്ത് കൊടുക്കുക. പഴം ഒന്ന് പുഴുങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ നെയ്യിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് കട്ടിയുള്ള തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാലിന് പകരം പശുവിൻ പാലാണെങ്കിലും ചേർത്ത് കൊടുക്കുക. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആണല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടൊരു നുള്ളു ഉപ്പാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറിന് വേണ്ടി 1 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് നല്ലപോലെ ഒന്ന് ചൂടായി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം തിളച്ച് പോകണ്ട, നല്ല പോലെ ഒന്ന് ചൂടായി വന്നാൽ മതി. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ലാസ്റ്റായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുത്ത് ഇതിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുത്താരി പായസം റെഡിയായി. മുത്താറി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ വളരെ ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പായസമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.